ആദികടലായിലും വാരത്തും UDF നേടിയത് വമ്പൻ വിജയം. റിജിൽ മാക്കുറ്റി ഭൂരിപക്ഷം കൊണ്ട് എവരെയും ഞെട്ടിച്ചു. വാരത്ത് KP താഹിറിനെ പരാജയപ്പെടുത്താൻ റിബൽ വിഭാഗം നടത്തിയ നീക്കങ്ങളും ദയനീയമായി പരാജയപ്പെട്ടു. KP താഹിർ ആദ്യ ടേമിലും റിജിൽ മാക്കുറ്റി രണ്ടാം ടേമിലും കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർമാരാകും. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിന്റെ സീറ്റ് വിഭജനം മുതലുള്ള ചർച്ചയായിരുന്നു ആദികടലായും വാരവും. ആ രണ്ട് സീറ്റിലും ലീഗിന്റെ വിമതർ എത്തിയത് UDFനെ തോൽപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു. എന്നാൽ ആ മോഹം പാർട്ടിയുടെ കെട്ടുറപ്പിൽ മുസ്ലിം ലീഗ് തച്ചുടച്ചു. ആദികടലായിൽ റിജിൽ മാക്കുറ്റി ഏവരെയും ഞെട്ടിച്ചത് വമ്പൻ ലീഡ് നേടിയാണ്. 700-ലധികം വോട്ടിന്റെ ലീഡിന് ആദികടലായി റിജിൽ മാക്കുറ്റി തൂക്കിയപ്പോൾ എതിർപക്ഷം ഞെട്ടിത്തരിച്ചു. LDFൽ നിന്ന് വൻ വോട്ട് ചോർത്താനും റിജിൽ മാക്കുറ്റിക്ക് കഴിഞ്ഞു. 1413 വോട്ടാണ് റിജിൽ മാക്കുറ്റിക്ക് ലഭിച്ചത്. CPIയിലെ MK ഷാജിക്ക് 693 വോട്ടേ നേടാനായുള്ളൂ. 720 വോട്ടിന്റെ ഭൂരിപക്ഷമാണ് റിജിൽ മാക്കുറ്റി നേടിയത്. V മുഹമ്മദ് അലി എന്ന ലീഗ് വിമതൻ വിജയം അവകാശപ്പെട്ട് വീട് കയറിയപ്പോൾ കിട്ടിയത് 197 വോട്ട്. അവകാശവാദങ്ങൾ വെറും പൊള്ളയെന്ന് തെളിയിക്കുന്നതായി ഈ ദയനീയ പ്രകടനം. വാരത്ത് നടന്നതും സമാനമായ പോരാട്ടം. ജില്ലാ വൈസ് പ്രസിഡന്റായ KP താഹിറിനെ മത്സരിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് മുസ്ലിം ലീഗ് നേതൃത്വം കോൺഗ്രസിൽ നിന്നും വാരം സീറ്റ് വാങ്ങിയത്. അവിടെ പ്രാദേശികവാദം ഉയർത്തി ലീഗ് പ്രവർത്തകനായ KV റെയ്സ് മത്സരിക്കാൻ എത്തി. എന്നാൽ താഹിറിന് മുന്നിൽ റെയ്സ് നിലംപരിശായി. KP താഹിറിന് 1120 വോട്ട് ലഭിച്ചു. CPIയിലെ P അനിൽകുമാർ 925 വോട്ട് നേടി രണ്ടാം സ്ഥാനത്ത് എത്തുകയും ചെയ്തു. 778 വോട്ടാണ് വിമതനായ റെയ്സിന് ലഭിച്ചത്. വോട്ടെടുപ്പിന് ശേഷവും ഓരോ ബൂത്തിലെയും വോട്ടിന്റെ കണക്ക് പറഞ്ഞ് UDF മൂന്നാം സ്ഥാനത്താകുമെന്ന് പറഞ്ഞ റെയ്സ് മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുന്നതാണ് കണ്ടത്. പ്രാദേശികവാദം ലീഗിന്റെ കെട്ടുറപ്പിനെ ഒരു തരത്തിലും ബാധിച്ചില്ല. UDFന്റെ വൻ ലീഡിൽ നിന്ന് ഒരു ഭാഗം തട്ടിയെടുത്തു എന്നതിന് അപ്പുറം താഹിറിന്റെ വിജയം തടയാൻ വിമതന് കഴിഞ്ഞില്ല. മിന്നും വിജയം നേടിയ KP താഹിർ കണ്ണൂർ കോർപ്പറേഷന്റെ അടുത്ത ഡെപ്യൂട്ടി മേയറാകും. കണ്ണൂരിൽ നിന്നും ക്യാമറമാൻ ബിജു അഴീക്കോടിനൊപ്പം മനോജ് മയ്യിൽ, കണ്ണൂർ വിഷൻ.